കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും. ജലത്തിൻ്റെ ശക്തി കൊണ്ടല്ല, അതിൻ്റെ നിർത്താതെയുള്ള പരിശ്രമത്താൽ മാത്രമാണ്. അതെ, നിർത്താതെയുള്ള പരിശ്രമമാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത്. നമുക്കും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും വരെ. ഹലോ എവ്രിവൺ, റേഡിയോ പ്രിയോറിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ നിങ്ങളോടൊപ്പമുള്ളത് 10Cയിലെ കൂട്ടുകാരാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഐ ആം ദേവിക കൃഷ്ണൻ. And I am Devika Pichu of 10C signing in. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇഴചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യൻ്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം. മലയാളിക്ക് വായനയുടെ വിശാലമായ ലോകം തുറന്നു തന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അന്നേ ദിനം വായനാ ദിനമായി ആചരിക്കുന്നു. ഒരു വായനക്കാരൻ മരിക്കുന്നതിന് മുമ്പ് 1000 തവണ ജീവിക്കുന്നു. ഒരിക്കലും വായിക്കാത്ത മനുഷ്യന് ലഭിക്കുന്നത് വെറും ഒരു ജീവിതം മാത്രം. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് 8Bയിലെ ഗൗരി ശങ്കറാണ്. സോ ലെറ്റ്സ് ലിസൺ ടു ഗൗരി ശങ്കർ. നമസ്കാരം പ്രിയ കൂട്ടുകാരി, നിങ്ങൾ വായനാശീലം ഉള്ളവരാണോ? മനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട വായുവാണ് വായന. ഓരോ പുസ്തകവും ഓരോ ഗുരുക്കന്മാരാണ്. ഗുരുവെന്നാൽ അന്ധതയെ നീക്കുന്നയാൾ എന്നർത്ഥം. നാം ഏത് സാഹചര്യത്തിൽ നിന്നായാലും പുസ്തകങ്ങൾ നമുക്ക് അറിവ് പകർന്നു തരുന്നു. എന്ന് വെച്ചാൽ ക്ലാസ് മുറിയിൽ നിന്ന് മാത്രമല്ല അറിവ് ലഭിക്കുന്നതെന്ന് സാരം. ഗ്രന്ഥശാലകളും ഗ്രന്ഥപുരകളും സദാ നേരം നമ്മെ കാത്തിരിക്കുകയാണ്. സഹായിക്കാനായി നമ്മൾ തിരഞ്ഞെടുക്കുകയേ വേണ്ടൂ. അവിടെ പുസ്തകങ്ങൾ മൗനഭാവത്തിൽ പുഞ്ചിരി തൂകിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ നല്ല സംസ്കാരത്തിൻ്റെ നല്ല വക്താക്കളായി തീരുന്നു. ഒരു പ്രാവശ്യത്തെ വായന കൊണ്ട് ഒരു പുസ്തകമോ ഒരു പത്രമോ ഒരു മാസികയോ മടക്കി വെക്കാൻ പാടുള്ളതല്ല. പുനരാവർത്തി വായന അത് നല്ലതാണ്. അതിൽ നിന്ന് കൈവരുന്നതാണ് സ്വഭാവ രൂപീകരണം. മനുഷ്യനിലുള്ള മൃഗീയ വാസനകളെയെല്ലാം ഇല്ലായ്മ ചെയ്ത് ഒരു വ്യക്തിയെ നല്ല മനുഷ്യനാക്കി മാറ്റാൻ ഒരു നല്ല പുസ്തകത്തിന് കഴിഞ്ഞേക്കാം. ഇന്നത്തെ ഏറ്റവും നല്ല വായനക്കാരനായ കുട്ടിയാണ് നാളത്തെ ഏറ്റവും കരുത്തനായ നേതാവ്. വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർ ബുദ്ധിപരമായി ആത്മഹത്യ ചെയ്യുന്നു. വായനയോളം ചിലവ് കുറഞ്ഞതും നിത്യഫലം തരുന്നതുമായ മറ്റൊരു വിനോദം വേറെയുണ്ടോ? മനസ്സിൻ്റെ വളർത്താനും നേട്ടങ്ങളുടെ കൊടുമുടിയിലെത്താനും വായനയേക്കാൾ നല്ലൊരു ഔഷധമില്ല. നാടിനും വീടിനും അവരവർക്കും പെരുമ വളർത്താൻ ഗ്രന്ഥപാരായണം ഒരു ശീലമാക്കി വളർത്തിയെടുക്കാൻ ഏവരും പരിശ്രമിക്കേണ്ടതാണ്. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാലോ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ മനസ്സിൽ ഉൾക്കൊണ്ട് നമുക്ക് വായനയെ ഒരാഘോഷമാക്കി മാറ്റാം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. എല്ലാവർക്കും എൻ്റെ വായനാ ദിന ആശംസകൾ. നന്ദി. ജൂൺ 21 ലോക സംഗീത ദിനം. 1982 ഫ്രാൻസ് ആണ് ആദ്യമായി ലോക സംഗീത ദിനം ആചരിക്കുന്നത്. സംഗീതമില്ലാത്ത ജീവിതം മരുഭൂമിയിലൂടെയുള്ള വിരസമായ യാത്രയ്ക്ക് തുല്യമാണ്. മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു മാന്ത്രിക ശക്തിയും മാസ്മരികതയും സംഗീതത്തിനുണ്ട്.
നമുക്ക് ചുറ്റുമുള്ള സംഗീതത്തെ അറിയുവാനും ആസ്വദിക്കാനും ശ്രമിക്കാം. സംഗീതത്തിൻ്റെ മാസ്മരിക ലോകത്തേക്ക് നമ്മളെ നയിക്കുവാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് 10Cയിലെ ദേവിക കൃഷ്ണനാണ്. ലെറ്റ്സ് ലിസൺ ടു എ ബ്യൂട്ടിഫുൾ സോങ് ബൈ ദേവിക. കണ്ണിൽ വിടരും താരങ്ങൾ നീ, മണ്ണിൽ പുലരും പൂക്കാലങ്ങൾ നീ, നെറുകിൽ പടരാനുയരുകൊണ്ട മഴയോ, കിളികൾ പറയാതിതൾ വിരിഞ്ഞ കഥയോ, പുഴകളോ വഴികളോ തിരതൊടുന്ന പുതിയ കരകളോ, കനവാം തെളിയും രാത്താരം ഞാനാകാം, തളിരായി നിറയും പൂക്കാലം ഞാനാകാം, നെറുകിൽ പടരാനുയരുകൊണ്ട മഴ ഞാൻ, കിളികൾ പറയാതിതൾ വിരിഞ്ഞ കഥ ഞാൻ, ഇലവയിൽ ചിറകുമായി കുളിരു തുന്നുമിണകളായി നാം, നഖമുനയോരോന്നിൽ ഉതിരായി നിറമായി മഴയുടെ ചുവരിൽ, ശലഭങ്ങൾ പോൽ നീ, നഖമുനയോരോന്നിൽ ഉതിരായി നിറമായി മഴയുടെ ചുവരിൽ, ശലഭങ്ങൾ പോൽ നീ, തെരുവിൽ വർണ്ണങ്ങൾ തേടുമ്പോൾ പരവശമായി പടരും ചെടിതൻ തളിരിലകളിലൊന്നാകെ പൂവായി ചേരും ഉടലതിലാവോളം അലസമായൂരങ്ങൾ, പുതുമഴ നോൽക്കുന്നീ നിമിഷങ്ങളിൽ, ആഘോഷത്തിൻ ആവേശപ്പഴുതുകളിൽ, ആകാശങ്ങൾ മിന്നുന്നു കാണാത്തിൽ കാറ്റോടും പോലെ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. The crown of literature is poetry. Let's listen to an English poem by Christina Shaji of 10C. Hello everyone, my name is Christina from 10C, going to recite a poem called Leaves Compared with Flowers by Robert Frost. Leaves compared with flowers. A tree's leaves may be ever so good, so may its bar, so may its wood. But unless you put the right thing to its root, it will never show much flower or fruit. But I may be one who does not care ever to have tree bloom or bear. Leaves for smooth and bark for rough. Leaves and barks may be tree enough. Some giant trees have blooms so small, they might as well have none at all. Late in life I have come to fern, now lynchers are doomed to have their turn. I bade men to tell which is brief, which is fairer, flower or leaf. They did not have the wit to say, leaves by night and flowers by day. Leaves and bark, leaves and bark. To learn against and hear in the dark, petals I may have once pursued, leaves are all my darker mood. By Robert Frost. സംഗീതമാർക്കാണ് ഇഷ്ടമല്ലാത്തത്? നല്ലൊരു പാട്ട് കേട്ടാൽ ആരായാലും ലയിച്ചിരുന്നു പോകും. അതിന് ഭാഷയൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ പ്രകൃതി മുഴുവൻ സംഗീത സാന്ദ്രമാണ്. കാറ്റിൻ്റെ മർമ്മരം, തീരത്തെ ഇടയ്ക്കിടെ വാരിപ്പുണരുന്ന തിരയുടെ അലയൊലികൾ, മഴയുടെ സംഗീതം. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഒരു താളവും സംഗീതവുമുണ്ട്. ഇന്ന് ലോക സംഗീത ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് 10Cയിലെ ദേവിക ബിജു ആണ്. ജൂൺ 21 ലോക സംഗീത ദിനമായി ആചരിക്കുന്നു. 1976 അമേരിക്കൻ സംഗീതജ്ഞനായ ജോയൽ കോയനാണ് ആദ്യമായി സംഗീത ദിനം എന്ന ആശയം കൊണ്ടുവന്നത്. ഈ ദിനത്തിൽ എവിടെയും ആർക്കും ആടിപ്പാടാമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ആശയം അമേരിക്കയിൽ യാഥാർത്ഥ്യമായില്ല. എന്നാൽ 6 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിൽ ഈ ആശയം നടപ്പിലാക്കി. 1982 ഫ്രാൻസാണ് ഈ ദിനം സംഗീത ദിനമായി ഏറ്റെടുത്തത്. ഫെറ്റ് ഡെ ലാ മ്യൂസിക് എന്ന പേരിലാണ് ഫ്രാൻസിൽ അറിയപ്പെടുന്നത്. ഇന്ന് ലോകത്ത് 100-ലേറെ രാജ്യങ്ങൾ അവരുടേതായ രീതിയിൽ സംഗീത ദിനം ആഘോഷിക്കുന്നു. ഈ ദിവസം ലോകമെമ്പാടുമുള്ള സംഗീതജ്ഞർ തത്സമയ പ്രകടനങ്ങൾ, ജാം സെക്ഷനുകൾ, കച്ചേരികൾ എന്നിവയിലൂടെ വ്യത്യസ്ത സംഗീത രൂപങ്ങൾ ആഘോഷിക്കുന്നു.
സമൂഹങ്ങളെയും വ്യക്തികളെയും ഏകീകരിക്കുന്നതിൽ സംഗീതത്തിൻ്റെ സ്വാധീനം അപാരമാണ്. സാംസ്കാരിക അതിർവരമ്പുകൾ മറികടന്ന് വൈവിധ്യമാർന്ന സമൂഹങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന സംഗീതത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ലോകത്തിന് ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഭാഷയാണ് സംഗീതം. ലോകമെമ്പാടുമുള്ള എല്ലാ ചലനങ്ങളും സംഗീതം എന്ന മാധ്യമത്താൽ നയിക്കപ്പെടുന്നു. സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും നീതിക്കു വേണ്ടി വാദിക്കുന്നതിനും സമൂഹത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിനുമുള്ള ഒരു ഉപകരണമായും ഇത് ഉപയോഗിക്കുന്നു. സംഗീതത്തിൻ്റെ സാർവത്രിക ഭാഷയിലൂടെ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള മികച്ച അവസരമാണ് ലോക സംഗീത ദിനം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ലോക സംഗീത ദിന ആശംസകൾ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പുല്ലാങ്കുഴൽ നാദവിസ്മയം തീർത്ത് സംഗീതത്തിൻ്റെ മാന്ത്രിക ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകൻ റോയ് സാറാണ്. ലെറ്റ്സ് എൻജോയ് ഹിസ് ഫ്ലൂട്ട് മ്യൂസിക്. യോഗശാസ്ത്രത്തിൻ്റെ പ്രണേതാവായ പതഞ്ജലി മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് ഗൗരി നന്ദ 6B ഒരു ശ്ലോകം ആലപിക്കുന്നു. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന
यो अपाकरोत्तं प्रवरं मुनीनां पतञ्जलिं प्राञ्जलि आनतोऽस्मि. Who gave yoga for serenity and sanctity of mind, grammar for clarity and purity of speech, and medicine for perfection of health. Let us bow before the noblest of sages, Patanjali. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. കൺമണി അൻപോട് കാതലൻ എന്ന ഗാനം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടതാണ്. ഗുണ എന്ന സിനിമയിലെ ഈ ഗാനം ആലപിക്കുന്നത് സെന്റ് ഫിലോമിനാസ് സ്കൂൾ ഓഫീസ് സ്റ്റാഫായ ഷിജുചേട്ടനാണ്. ലെറ്റ്സ് ലിസൺ ടു ദിസ് മെലഡിയസ് സോങ്. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை சொட்டது, அதை எழுத நினைக்கையில் வார்த்தை முட்டது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை சொட்டது, அதை எழுத நினைக்கையில் வார்த்தை முட்டது. உந்தான காயம் யாவும் தன்னாலே யாறிப்போகும் மாயம் என்ன பொன்மானே பொன்மானே. என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் முந்தன் மேனி சங்காது செந்தேனே. எந்தன் காதல் என்னவென்றும் சொல்லாமல் எங்க எங்க அழகி வந்தது. எந்தன் சோகம் உன்னை தாக்கும் என்றண்டும் போது வந்து அழகி நின்றது. மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா. சிவகாமியே சிவனில் நீயும் பாதியே உனக்கு புரியுமா. சுபலாலி லாலியே லாலி லாலியே, அபிராமி லாலியே லாலி லாலியே. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை சொட்டது, அதை எழுத நினைக்கையில் வார்த்தை முட்டது. லாலலா 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 லாலலா. ജൂൺ 21 നാം അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സംഗീതമാണ് യോഗ. യോഗയിലൂടെ മനസ്സിന് സമാധാനവും ശരീരത്തിന് ആനന്ദവും ലഭിക്കുന്നു. ഇന്ന് യോഗാ ദിനത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി വരുന്നു 10Cയിൽ നിന്നും അർജുൻ. Yoga. Hello friends, today I am here to say a few words on International Yoga Day. Yoga is a great gift to mankind which helps us to keep better and maintain our health. It is a very ancient practice in India. It has lots of benefits for someone who does it regularly. It is a timeless practice rooted in India's history and philosophy, offers a path to physical, mental and spiritual harmony. The International Yoga Day is celebrated across the globe on 21st June to raise awareness about yoga in life and to make people aware of the benefits of yoga. As the exercises have shown significant benefits for physical and mental well-being, it was considered important by the UN to globally promote this wellness practice.
which originated in ancient India. Yoga's roots lie in Sanskrit word yuj, meaning unity between the individual self and universal consciousness. It brings the body and mind together and is built on three main elements: movement, breathing, and meditation. It has many physical and mental health benefits, including improved posture, flexibility, strength, balance, and body awareness. It is based on universal laws, can also be defined as the science of creating a balance between body and soul, rest and activity. It helps us to keep control over our bodies as well as our minds. Yoga is a great technique for releasing stress and anxiety too. So, yoga isn't merely physical exercise, it's a holistic approach to body, mind, and spirit. In our complex world, it continues to guide individuals towards a healthier, more fulfilling life amidst chaos. Thank you. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തൻ നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഈ ആഴ്ചത്തെ പ്രധാന സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് 10Cയിൽ നിന്നും അന്ന സിൽവൻ. 2024 ജൂൺ 19 വായനാ ദിനം സെയിൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൽ സമുചിതമായി ആചരിച്ചു. വായനാ മാസാചരണത്തിന്റെ ഉദ്ഘാടനവും വിദ്യാരംഗം ലൈബ്രറി ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. എറണാകുളം സെയിൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂൾ റിട്ടയർഡ് മലയാളം അധ്യാപിക രത്നകുമാരി ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് വായനാ ദിന സന്ദേശം നൽകി. പ്രധാന അധ്യാപിക മിനി ഏലിയാസ് ടീച്ചറും സീനിയർ അസിസ്റ്റന്റ് സാലി പൂൾ ടീച്ചറും വായനാ ദിന സന്ദേശം നൽകി. വിവിധ കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ കഥാരചന, കവിതാരചനാ മത്സരം, വായനാ മത്സരം, പ്രശ്നോത്തരി എന്നിവ സംഘടിപ്പിച്ചു. ഓരോ ദിവസവും മലയാളത്തിലെ പ്രശസ്തരായ ഓരോരോ സാഹിത്യകാരന്മാരെ വീതം അസംബ്ലിയിൽ പരിചയപ്പെടുത്തുകയും അവരുടെ ജീവചരിത്രക്കുറിപ്പ് എഴുതി തയ്യാറാക്കിയത് വിദ്യാലയത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഭിത്തികളിൽ പതിപ്പിക്കുകയും ചെയ്തു. വായനാക്കൂട്ടത്തിൽ അംഗങ്ങളായ കുട്ടികൾ തങ്ങൾ വായിച്ച കൃതികളെ അസംബ്ലിയിൽ പരിചയപ്പെടുത്തുകയും കുട്ടികളിൽ വായനയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നല്ലപാഠം പദ്ധതിയുടെ ഭാഗമായി ഉപയോഗശൂന്യമായ പേനകൾ നിക്ഷേപിക്കുന്നതിനായി പെൻ ബോക്സ് സ്ഥാപിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പഴമ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. HM മിനി ഏലിയാസ് ടീച്ചർ, സാലി പൂൾ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജൂൺ 21 ഇന്റർനാഷണൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് SPC JRC കുട്ടികൾക്കായി മുൻ അധ്യാപിക ശ്രീമതി ജെസി ടീച്ചർ യോഗ പരിശീലനം നൽകി. കടമക്കുടി വാഗ്വേയിൽ SPC കാഡറ്റുകളുടെ യോഗ പ്രദർശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷാരോൺ പനക്കൽ, പോലീസ് ഓഫീസർ ശ്രീമതി സിന്ധു, ഹെഡ് മിസ്ട്രസ് ശ്രീമതി മിനി ഏലിയാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. റിട്ടൺ എക്സാമിന്റെയും ഫിസിക്കൽ ടെസ്റ്റിന്റെയും അടിസ്ഥാനത്തിൽ 44 SPC കേഡറ്റുകളെ തെരഞ്ഞെടുത്ത് 22-ാം തീയതി ആക്ടിവിറ്റിക്ക് തുടക്കം കുറിച്ചു. ഇതോടെ ഈ ആഴ്ചത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി മരക്കൊമ്പ് പൊട്ടി വീഴുന്നതിനെ ഭയക്കുന്നില്ല. കാരണം പക്ഷി മരക്കൊമ്പിനെയല്ല, തൻ്റെ ചിറകിനെയാണ് വിശ്വസിക്കുന്നത്. എപ്പോഴും ആത്മവിശ്വാസമുള്ളവരാകുക. ദിസ് ഈസ് ദേവിക ബിച്ചു ആൻഡ് ദേവിക കൃഷ്ണൻ signing off from today's episode. Goodbye. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ